എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടികളുടെ വെക്കേഷൻ ടൈമിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ SSLC എക്സാം ഏതാണ്ട് തീരാറായി. അപ്പോൾ കുട്ടികൾ ഏതാണ്ട് ഹോളിഡേ മൂഡിലാണ്. അപ്പോൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ചറിയാം, കുട്ടികളെ ഒരു രീതിയിലും പുറത്ത് അറിയാത്ത കുട്ടികളുമായി പുറത്ത് പോകാൻ അനുവദിക്കരുത്. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ കുട്ടികൾ പോകുന്നത് നിങ്ങൾ അറിയുന്നവരുമായിരിക്കും. എന്നാൽ ഈ കുട്ടികൾ ഇവരുമായിട്ട് പോകുമ്പോൾ മൂന്നാമത് മറ്റൊരു കുട്ടി വന്ന് ചേർന്നാൽ അതാരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. മോസ്റ്റ്ലി ആ കുട്ടികൾ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ ലോബികളുമായി കണക്ഷൻ ഉള്ളവരായിരിക്കും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇവർ പല ആവശ്യങ്ങളും വീട്ടിൽ ഉന്നയിക്കും. ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ കൂട്ടുകാരായിട്ട് പോകണം, ഏതെങ്കിലും ടൂറിസ്റ്റ് സെൻറ്ററിൽ ഇങ്ങനെയൊക്കെ പോകണം, ഇതൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികൾ ശരിക്കും നീന്തൽ പഠിച്ചവരാണോ? നീന്തൽ അറിഞ്ഞവരാണെങ്കിൽ ഏതാണ്ട് ഒരു 50% നമുക്ക് റിസ്ക് ഫാക്ടർ കുറയ്ക്കാം. എന്നാൽ ഈ കുട്ടികൾ ജാളിയായിപ്പോയി ഏതെങ്കിലും നദിയിലോ ജലാശയത്തിലോ അല്ലെങ്കിൽ കടലിലോ ചൂട് കാരണം കുളിക്കാനിറങ്ങും. അങ്ങനെ ഇറങ്ങിയവർ പലരും അവരുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. ശ്രദ്ധിക്കണം. കുട്ടികളോട് സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മോനെ, നിങ്ങൾ ഇങ്ങനെ പോകരുത്. എവിടെ പോകണമെങ്കിലും പേരൻസിൻ്റെ അറിവിൽ പേരൻസിനോടൊപ്പം പോണതായിരിക്കും ഏറ്റവും സുരക്ഷിതം. കാരണം ഇപ്പോഴത്തെ സമയം നമുക്കെല്ലാവർക്കും അറിയാം, ഈ മയക്കുമരുന്ന് മൊത്തം അതൊരു ഹണ്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ ഒത്തിരി ഈ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അതെങ്ങനെയെങ്കിലും ആരിലെങ്കിലും വില കുറച്ചായിരുന്നാലും അവർക്ക് കൊടുക്കണം. അതിനവരെന്ത് ടെക്നിക്കലും അവരുപയോഗിക്കും. അതിലെല്ലാം അവർ വളരെ സമർത്ഥരാണ്. ഇവർക്കറിയാം എങ്ങനെ മാർക്കറ്റ് ചെയ്യണമൊക്കെ അറിയാൻ പറ്റും. ഇവരേറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഉന്നം വയ്ക്കുന്നത് ഈ കുട്ടികളാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഇനി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് വളരെ സൗമ്യമായ രീതിയിൽ നാം അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചില്ലെങ്കിൽ ഇവർ റിയാക്റ്റ് ചെയ്യും. ഇവർ റിയാക്റ്റ് ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മളും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിയാക്ഷനായിരിക്കും വരും. അതുകൊണ്ട് ചെയ്യാമെന്നുള്ളത് സാധിച്ചാൽ നിങ്ങളുടെ ബന്ധുജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് ദൂരെയാണെങ്കിൽ ആ ബന്ധുജനങ്ങളോടൊപ്പം ചെറിയൊരു ഹോളിഡേ ഒരു 10-15 ദിവസം അവിടെ അവരെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി അയക്കുക. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ കൂട്ടുകാർ കാണത്തില്ല. ഇവർക്ക് കൂട്ടുകാരുണ്ടാകുന്നത് ഇവരുടെ സ്വന്തം വീട്ടിലും സ്വന്തം നാട്ടിലുമായിരിക്കും. അപ്പോൾ ഇതിനുള്ളൊരു ചെറിയൊരു ചേഞ്ചസ് ഇത് നമുക്ക് വരുത്തണമെങ്കിൽ ഈ നിങ്ങളുടെ തറവാട്ടിൽ എവിടെയെങ്കിലും കുട്ടികളുമായിട്ട് പോകണമെന്ന് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഹോളിഡേ സമയത്ത് അച്ഛനും അമ്മയും സാധിച്ചാൽ ചെറിയൊരു ഹോളിഡേ എടുത്ത് കുട്ടികളായിട്ട് പുറത്ത് പോയി ഒരു ഔട്ടിങ്ങൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. സോ മെൻ്റലി അവർക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാകും. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളെയാണ്. പെൺകുട്ടികളും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ. ഈ കുട്ടികൾ നമ്മുടെ മുന്നിൽ നമ്മുടെ കുട്ടികൾ പെർഫെക്റ്റ് ആയിരിക്കാം, പക്ഷെ അവരുടെ ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് അതുമില്ലാതെ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടികൾ കൂട്ടുകാരികളുമായിട്ട് എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ അത് ശരിക്ക് അതിനെ ഒന്ന് വീക്ഷിക്കണം എല്ലാ രീതിയിലും.
കാരണം നമ്മുടെ കുട്ടികൾ കറക്റ്റായിരിക്കാം, പക്ഷെ നമ്മുടെ കുട്ടികൾ ബന്ധപ്പെടുന്ന അവരുടെ ഫ്രണ്ട്സുകൾ ഏത് ലെവലാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഞാനൊന്നും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ വരുന്ന പത്രവാർത്തകൾ നമുക്കറിയാം. ഇപ്പോൾ അമ്മമാർ കുട്ടികളെ ഉപയോഗിച്ച് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നു. ഒത്തിരി കേസുകൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നു ഇവരുടെ ഈ മയക്കുമരുന്ന് ലോബിക്കുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം ഈ ഹോളിഡേ ടൈമാണ്. അതിന് നമ്മുടെ കുട്ടികളെ അതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യേണ്ട വലിയൊരു ആവശ്യമാണ്. അത് പേരൻസ് മുൻകൈ എടുത്തെങ്കിലേ നമുക്ക് അതിനൊരു ഒരു എന്തെങ്കിലും ഒരു സേഫായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റൂ. നമുക്കൊന്നും അറിയില്ല നമ്മുടെ നെയ്ബേഴ്സ് അവരെന്ത് ആറ്റിറ്റ്യൂഡുള്ളവരാണ്, അവരേത് സ്വഭാവക്കാരാണ്. നമ്മളോട് കാണുമ്പം അവർ നന്നായിരിക്കും, എന്തായിരിക്കും. പക്ഷേ എങ്കിലും പ്രത്യക്ഷത്തിൽ അവരോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരോടുമുള്ള ഇടപാടുകൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്, ഒരിക്കലും കുട്ടികളെ നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ അയക്കാതിരിക്കുക. ഇനി അങ്ങനെ വേണമെങ്കിൽ ആ കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ വരുത്തട്ടെ. ഇവിടെ ഇരുന്ന് വല്ല ക്യാരം ബോർഡ്സോ മറ്റേ എന്താ പറയുക ഈ ടേബിൾ ടെന്നീസ് ഇങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കട്ടെ. നോട്ട് മൊബൈലാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. മൊബൈൽ വേണ്ട. അവരിവിടെ ഒന്ന് കളിക്കാനോ ടെന്നീസോ ക്യാരംസോ ഇതൊക്കെ എന്തെങ്കിലും കളിച്ച് അവർ സമയം കളയട്ടെ. അവരുടെ കൂട്ടുകാരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സുരക്ഷ നമുക്കറിയാൻ വേണ്ടി ദേ ആർ ഓക്കെ. ഇപ്പോൾ വി ആർ പെർഫെക്റ്റ്, നമ്മൾ ഒരു കുഴപ്പമില്ല. അതല്ലാതെ നമ്മുടെ കുട്ടികളെ മറ്റൊരു വീട്ടിൽ അയക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കണം. അതിൽ പലതും സംഭവിക്കാം. സുരക്ഷിതമായി നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഹോളിഡേ ടൈം കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്. അവരെ വെറുതെ എവിടെ എന്താവശ്യത്തിനും അംഗീകരിച്ചു കൊടുക്കരുത്. അംഗീകരിക്കണം, ആവശ്യമുണ്ടാണെങ്കിൽ അംഗീകരിക്കണം. പിന്നെ എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ഇവരോട് എത്ര കണ്ട് സൗമ്യമായി നിങ്ങൾ ഇവരോട് പെരുമാറണോ അത്ര കണ്ട് നിങ്ങൾ സേഫായിരിക്കും, ആ പിള്ളേരും സേഫായിരിക്കും. ഈ ഹോളിഡേയുടെ ഈ സമയം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ സമയമാണ്. മൊത്തം മയക്കുമരുന്ന് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും കിട്ടുന്ന ഒരു അവസ്ഥയാണിപ്പോൾ. അപ്പോൾ ഈ സമയത്താണ് ഈ കുട്ടികളുടെ ഹോളിഡേ വന്നിരിക്കുന്നത്. സോ എല്ലാവരും നോക്കി ശ്രദ്ധിച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക. ഈ സന്ദേശം എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ അയച്ചു കൊടുക്കണം. കുട്ടികളെ സുരക്ഷിതമാക്കാൻ നിങ്ങൾ ഒന്ന് ബുദ്ധിമുട്ടിയേ പറ്റൂ. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ. ഓക്കെ, താങ്ക് യു.